നമസ്കാരം. ആശാ വർക്കർമാരെ അധിക്ഷേപിച്ച മന്ത്രി ആർ ബിന്ദുവിന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല കഴിഞ്ഞ ശേഷം ഇതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വക അടുത്ത പൊങ്കാല. ആദ്യം ആയമ്മ ആശമാരെ എന്താ പറഞ്ഞതെന്ന് നോക്കാം. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടല് വേണമെന്ന് മന്ത്രി ആർ ബിന്ദു. കേന്ദ്രമന്ത്രി വന്നപ്പോൾ ആശമാർ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടുപാടിയെന്നും മന്ത്രിയുടെ പരിഹാസം. എന്നുവെച്ചാൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് സുരേഷ് ഗോപിയുടെ കൊങ്ങയ്ക്ക് പിടിച്ചില്ല ആശമാർ, പാട്ടുപാടി രസിച്ചു എന്നാണ് ആശമാർക്കെതിരെയുള്ള ആക്ഷേപം. അതേസമയം കേന്ദ്രം നയം മാറ്റാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ചാൽ കാശ് കൊടുക്കാനുണ്ടോ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ചോദ്യം. എന്നാൽ ഇവരുടെ ഇരട്ടത്താപ്പൊക്കെ ആശമാർക്ക് നന്നായി മനസ്സിലായി. വീണ ജോർജ് ഒരു പെരുങ്കള്ളിയാണെന്നാണ് ആശമാരുടെ വാദം. എന്നാൽ ആശമാരെ അധിക്ഷേപിച്ച ആയമ്മയെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് സുരേഷ് ഗോപി. അവർ പറയാനുള്ളത് പറയട്ടെ, പുച്ഛം മാത്രം. പുച്ഛത്തോടെ ഞാൻ അത് തള്ളിക്കളയുന്നു. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടാണ് ആയമ്മയ്ക്ക് എന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. അവർ പറഞ്ഞോട്ടെ, അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആർ ബിന്ദുവിനെ പരിഹസിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആശമാരുടെ കാര്യത്തിൽ സാധ്യമാകുന്നതെന്തോ അതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞതെന്നും അല്ലാതെ ആശമാരെ സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആശമാർ എന്ത് അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കണം. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ ചെന്നത്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഇനിയും പോകാൻ ഞാൻ തയ്യാറാണ്. ആശമാരുടെ കാര്യത്തിൽ സാധ്യമാകുന്നതെന്തോ അതാണ് നദ്ദ പാർലമെന്റിൽ പറഞ്ഞത്. അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണിത്. ഇത് കേന്ദ്ര പദ്ധതിയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ കൂടുതൽ ഉൾപ്പെടേണ്ടതും പരിഹരിക്കേണ്ടതും കേന്ദ്ര സർക്കാർ അല്ലേ എന്ന ചോദ്യത്തിന് രസകരമായ ഉത്തരമാണ് സുരേഷ് ഗോപി നൽകിയത്. 2005 ഈ പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണെന്നാണല്ലോ അവരുടെ ഘോരമുള്ള അവകാശവാദം. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം അവരെടുത്ത് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ആശ. അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്നും പറയാം. ഇവർ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരാണ്. ഇവർ പൊതുജനങ്ങൾക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നു. ഇവർ ഔപചാരികമായി സർക്കാർ ജീവനക്കാരായി കാണുന്നില്ല, മറിച്ച് സന്നദ്ധ പ്രവർത്തകരായി കണക്കാക്കുന്നു. ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ ശമ്പളം കണക്കാക്കുന്നത് തികച്ചും സങ്കീർണമാണ്. അവരുടെ വേതനത്തിനായി സമരം കിടക്കുകയാണ് ആശമാർ. അതേസമയം കേന്ദ്ര സർക്കാർ നൽകിയ തുക അത്രയും മുക്കിയിരിക്കുകയാണ് കേരള സർക്കാർ. ആശമാരെ അവതാളത്തിലാക്കിയ സംസ്ഥാന സർക്കാർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.